നമസ്കാരം. ഇന്ത്യയിൽ ഒരു കമ്പനി കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്, അതായത് കഴിഞ്ഞ 12 മാസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോമ്പൗണ്ട് സെയിൽസ് ഗ്രോത്ത് 4036% ആണ്. അതുപോലെ തന്നെ ഈ കമ്പനി കഴിഞ്ഞ 12 മാസം കൊണ്ട് ഉണ്ടാക്കിയിരുന്ന പ്രോഫിറ്റ് ഗ്രോത്ത് 6282% ആണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയിരുന്ന സ്റ്റോക്ക് പ്രൈസ് CAGR എന്ന് പറയുന്നത് 43% ആണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗ്രോയിങ് സെക്ടർ എന്ന് അനുമാനിക്കുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് സെക്ടറുമായി അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെൻറ്റ് സെക്ടറുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയപ്പെടുന്ന ബ്ലാക്ക് റോക്കുമായി ഈ കമ്പനി ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അംബാനിയുടെ ബിസിനസ് ഫാമിലി എന്ന് വരുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ പേര് ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്നുള്ളതാണ്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സെയിൽസ്, അവരുടെ ഗ്രോത്ത്, മറ്റു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ഒറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കമ്പനി പിന്നെ മാർക്കറ്റ് ക്യാപ്പ് 2,15,853 കോടി രൂപയാണ്. അതുപോലെ തന്നെ കറൻറ്റ് പ്രൈസ് 340 രൂപയാണ്. ഇത് ഓൾ ടൈം ഹൈ ആയ 395 വന്നതിന് ശേഷം ഇപ്പോൾ 340 നമുക്ക് ഷെയർ പ്രൈസസ് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ മെയിൻ ബിസിനസ് 4 ഫോക്കൽ പോയിൻ്റ് ആയിട്ടുള്ളതാണ്. ഒന്ന് ലെൻഡിങ് ആൻഡ് ലീസിങ്, അതായത് ഇവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും മറ്റു കാര്യങ്ങളെല്ലാം ലെൻഡ് ചെയ്ത് ലീസ് ചെയ്തിരിക്കുന്ന ബിസിനസ്. അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ്സ് എന്നുള്ളത് നമ്മളുടെ UPI പേയ്മെൻറ്റ്, ഇവരുടെ ആപ്പ് യൂസ് ചെയ്തിട്ട് UPI പേയ്മെൻറ്റ്, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ഇതുപോലത്തേതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് 4 കാര്യങ്ങൾ. ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിച്ച് നോർമലി നമ്മുടെ അസറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ ഇക്വിറ്റി, മറ്റുള്ള എല്ലാ ടൈപ്പിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സുമാണ് ഇവരുടെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കാര്യങ്ങൾ, നമ്മൾ ന്യൂസ് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഇന്ത്യൻ ബാങ്കുകളിലെല്ലാം FD എല്ലാം നിൽക്കുന്നു, അല്ലെങ്കിൽ FD എല്ലാം ആൾക്കാർ കുറച്ചുകൊണ്ടിരിക്കുന്നു, ജനങ്ങൾ കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ടിലോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ 2027 ആകുമ്പോഴേക്കും ഈ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കപ്പാസിറ്റി എല്ലാം ഡബിൾ ആവുന്നു. അങ്ങനെ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ വെൽത്ത് മാനേജർ അല്ലെങ്കിൽ ഇന്ത്യൻ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിനെല്ലാം വലിയൊരു ഫ്യൂച്ചറാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ബ്രോക്കറേജസും മറ്റും പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ജിയോ ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ തിരിച്ചു വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസസ്, സ്റ്റോക്ക് PE, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 134 ആണ്. അത് സ്ലൈറ്റ്ലി ഹൈ ആണ്, സ്ലൈറ്റ്ലി അല്ല, വല്ലാതെ തന്നെ ഹൈ ആണ്. ബിക്കോസ് ഇൻഡസ്ട്രി PE 25.6 ഉള്ളൂ, സ്റ്റോക്ക് PE 134 കാണിക്കുന്നത്. ബട്ട് ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അവരുടെ പഴയ ഗ്രാഫ് നോക്കുമ്പോഴും അവർക്ക് ഏകദേശം ഇതിൻ്റെ ഒരു PE എല്ലാം ആ ഒരു റേഞ്ചിലുണ്ടെന്ന് കാണാൻ പറ്റും. ബട്ട് എന്നാലും ഇതൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതായത് ഇതിൻ്റെ ഓവർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതിന് രണ്ടാമതൊരു ഏറ്റവും വലിയ കാര്യങ്ങൾ എന്താ പറയുന്നത്, ഡെപ്റ്റ് വളരെയധികം ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.00 ആണ്. അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി 124 crore മാത്രമാണ്. 2,15,000 മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണെന്ന് ഓർക്കണം. അത് കണ്ടിന്യൂഷൻ ലയബിലിറ്റി 6.32 ഓൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ലീസ് ലയബിലിറ്റി 0 ആണ്. പ്രൊമോട്ടർ ഹോൾഡിങ് 47.4% ആണ്. പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്ലെഡ്ജ് ചെയ്തിട്ടോ ഷെയർസ് ഒന്നും പ്ലെഡ്ജ് ചെയ്തിട്ടില്ല എന്നുകൂടെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ ഗ്രാഫ് ഇതാണ്. 2023 മുതലുള്ള 214.5 രൂപയിൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ ഇത് 340 രൂപയിൽ അവൈലബിൾ ആണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ കമ്പനിയുടെ മറ്റൊരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ്. വെരി ഹൈ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണെന്ന് കാണാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പിയർ കമ്പാരിസൺസ് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ വലിയ കമ്പനിയാണ് ഈ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ വലിയ കമ്പനിയാണെന്ന് കാണാൻ പറ്റും. ഇനി ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട്സ് എല്ലാം നോക്കുകയാണെങ്കിൽ സെയിൽസ് ജൂണിലെല്ലാം 418 കോടി രൂപയായിരുന്നു. സെപ്റ്റംബറിൽ അത് 694 കോടി രൂപയാണ്. വലിയൊരു വർധന നമുക്ക് കാണാൻ പറ്റും.
പറ്റും. ഇനി എക്സ്പെൻസസ് 140 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ക്വാർട്ടർലി റിസൾട്ട്സിൽ ഇത് 80% ആണ്. അതായത് 100 രൂപയുടെ ബിസിനസ് നടത്തുമ്പോൾ ഇവർക്ക് ഏകദേശം 80 രൂപീസോളം അവരുടെ പ്രോഫിറ്റ് ആണെന്ന് കാണാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടാക്സ് അവർ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കുറവാണ് അടച്ചത്, 21% പേ ചെയ്തിട്ടുള്ളൂ. അതിന് മുന്നത്തെ ക്വാർട്ടറിൽ 22%. നെറ്റ് പ്രോഫിറ്റ് 689 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ്. അത് കഴിഞ്ഞ വർഷത്തിൽ നോക്കുമ്പോൾ എത്രത്തോളം പെർസെൻറ്റേജ് കൂടുതലാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇനി ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇയർലി ബേസിസ് നോക്കുമ്പോൾ മാർച്ച് 2023 അത് 45 crore ആയിരുന്നു. മാർച്ച് 2024 1855 കോടിയായിരുന്നു. TTM ട്രailing 12 മന്തിൻ്റെ നോക്കുകയാണെങ്കിൽ 1943 കോടി രൂപയാണെന്ന് കാണാൻ പറ്റും. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഓൾവേസ് ഹൈ ആണ്, 84%. അതുപോലെ തന്നെ ലാസ്റ്റ് 79%. ഇതുമായി ബന്ധപ്പെട്ടുള്ള അതർ ഇൻകം അല്ലെങ്കിൽ അതുപോലെ തന്നെ ടാക്സ് 37%, 18%. നെറ്റ് പ്രോഫിറ്റ് ഇയർലി ബേസിസ് നോക്കുകയാണെങ്കിൽ 31 ആയിരുന്നു 2023. അത് മാർച്ചിൽ 2024 1605 TTMൽ 1606 കാണാൻ പറ്റും. ഇനി ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിലും എന്താ പറയുക, ലയബിലിറ്റീസ് ഓൾമോസ്റ്റ് 7,000 ഉണ്ടെന്ന് കാണാൻ പറ്റും. ടോട്ടൽ അസറ്റ്സ് 1,44,022 ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി പ്രൊമോട്ടർ ഹോൾഡിംഗ് 47.12% ആണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് 16.88% ആണ് ലാസ്റ്റ് ക്വാർട്ടറിൽ. DAS 11.39% ആണ്. ഗവൺമെൻറ് 0.15% ആണ്. പബ്ലിക് 24.46% ആണെന്ന് കാണാൻ പറ്റും. ഇതിൽ പ്രൊമോട്ടറും സ്റ്റേബിളായിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. FIAയും DAയും സ്വല്പം സ്ലൈറ്റ്ലി അവരുടെ പെർസെൻറ്റേജ് താഴ്ത്തിയിട്ടുണ്ടെന്നും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു 1-2 കാര്യങ്ങൾ ഈ ഒരു അസറ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ്. അസറ്റ് മാനേജ്മെൻറ്റുമായിട്ടുള്ള ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന സെക്ടേഴ്സിന് എത്രത്തോളം ഫ്യൂച്ചർ ഉണ്ടെന്നും മറ്റും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി എന്താ പറയുക, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെക്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്. ജസ്റ്റ് ഇതിൻ്റെ ഒരു വാല്യുവേഷൻ ഒരു ഹൈ വാല്യുവേഷൻ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് എന്താ പറയുക, ഇൻഡസ്ട്രി PEയും വളരെയധികം മുകളിലാണ് സ്റ്റോക്ക് PE കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ബാക്കി എല്ലാം നോക്കുമ്പോൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആയ കമ്പനിയാണ്, ഫിനാൻഷ്യലി ഫ്യൂച്ചറുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് റോക്ക് പോലത്തെ വലിയൊരു കമ്പനിയുമായി ടൈപ്പ് ചെയ്തിരിക്കുന്നൊരു കമ്പനിയാണ്. അംബാനി ഫാമിലീസ് എന്നുള്ള കമ്പനിയാണ്. അസറ്റ് മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ വലിയൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇനി ഇതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ ഡെപ്റ്റ് ഓൾമോസ്റ്റ് സീറോ ഡെപ്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർജിൻസ് ഒരുപാടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ലോങ് ടൈമിൽ ഉദ്ദേശിക്കുന്നവർക്ക് വലിയൊരു അവസരമായിട്ടുള്ള കമ്പനിയാണെന്ന് കാണാൻ പറ്റും. ബട്ട് ഷോർട്ട് ടൈമിലോട്ട് നിക്ഷേപിക്കുന്നത് അഭികാമ്യമാണെന്ന് തോന്നുന്നില്ല. ബട്ട് ലോങ് ടൈമിലായിട്ട് വളരെയധികം തീർച്ചയായിട്ടും അഭികാമ്യമായിട്ടുള്ള കമ്പനിയാണ്. ബിക്കോസ് അസറ്റ് മാനേജ്മെൻറ്റ് ലോങ് ടൈമിലോട്ട് ഇയർലി ഗ്രോത്ത് 20% എബോവ് ആയിട്ടാണ് കാണിക്കുന്നത്. 20% എബോവ് CAGR ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജസ്റ്റ് ഒരു അനാലിസിസ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പോ സെൽ ചെയ്യുന്നതിന് മുമ്പോ നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ അഡ്വൈസ് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യണം.